ഹായ്, ഞാൻ ദീപ. അൺഫോൾഡിങ് മൈ മെമ്മറീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ ഇതില് ഞാൻ ജനിച്ചതും വളർന്നതും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ സിബ്ലിങ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല. ലോങ് ആവാം, ഷോർട്ട് ആവാം. എനിവേ, എൻ്റെ സിബ്ലിങ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതില് എനിക്ക് 8 വയസ്സ് ഉള്ളപ്പോഴാണ് എൻ്റെ അനിയത്തി ദീപ്തി ഉണ്ടാവുന്നത്. അപ്പൊ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. തൊണ്ട ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ സെന്റ് ആൻസ് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ പേട്ട പള്ളിമുക്കിലൊരു നഴ്സിംഗ് ഹോം ഉണ്ട്. അന്ന് ഇപ്പോ അത് വലിയ സംഭവം ഒന്നല്ല, പക്ഷെ അന്ന് അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അവിടെയാണ് അവള് ജനിച്ചത്. ഇപ്പൊ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ അഡ്മിറ്റ് ആവുമോ അങ്ങനെ എന്തോ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊരു വീട് പോലെ തന്നെയാണ്. നഴ്സിംഗ് ഹോം എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു ഹോസ്പിറ്റലല്ല, ഒരു വീട് പോലെ തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്നൊരു നഴ്സിംഗ് ഹോമാണ്. അപ്പൊ അവിടെ നമ്മൾ റൂം എടുത്തിട്ട് ഇങ്ങനെ ഡെലിവറി പെയിൻ വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുമോ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പൊ ഞാനും അച്ചാച്ചിയും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. അമ്മേനെ ഇടയ്ക്ക് അന്ന് ഇച്ചിരി വണ്ണമുള്ളൊരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി, എന്താ മുഖം ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ, നമുക്കൊന്ന് പരിശോധിക്കാന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയതാണ്. പിന്നെ പെയിൻ ആയി അല്ലെങ്കിൽ ലേബർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഓർമ്മയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അച്ചാച്ചിയും ഇപ്പുറത്തെ റൂമില്, ആ റൂമിന്റെ തൊട്ടടുത്ത റൂമിലോ അതിന്റെ അടുത്ത റൂമിലോ അങ്ങാണ്ടാണ് ലേബർ റൂം ഉള്ളത്. അപ്പം അവിടെ ബഹളം നടക്കുന്നു. ഞാനും അച്ചാച്ചിയും ഈ മുറിയിൽ ഇരിക്കുകയാണ്. ഞാന് തറയില്, അന്ന് ഈ മറ്റേ CID പണിയൊക്കെ ഒത്തിരി ഉള്ള ആളാണ് ഞാൻ. അപ്പൊ അച്ചാച്ചി വീട്ടിലേക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ഞാൻ കാണാതെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഞാനത് എങ്ങനെയെങ്കിലും മണത്തറിയും. കവറിന്റെ സൗണ്ടോ അല്ലെങ്കിൽ അച്ചാച്ചി കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ കണക്കനുസരിച്ചിട്ട് തരത്തുള്ളൂ. അപ്പൊ അതൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര കഴിവുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ സെയിം വേ ഞാൻ ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇവളുടെ ഡെലിവറി സമയത്ത് ഞാനിങ്ങനെ തറയിൽ കമന്ന് കിടക്കുകയാണ്. അതായത് ചെവി തറയെ വെച്ചിട്ട് ഞാനിങ്ങനെ സൗണ്ട് കേൾക്കണം, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം അമ്മയുടെ കരച്ചിലൊക്കെ കേൾക്കാം, വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അച്ചാച്ചിട്ട് പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മ ഇവള് വരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവള് വരുന്നു, ഇവളെ കാണാനായിട്ട് ആൾക്കാർ. അപ്പൊ ഞാനും അച്ചാച്ചിയും പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ചുപേരേ ഉള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് സിസ്റ്റേഴ്സ് വന്നിട്ട്, അന്ന് ഇങ്ങനെ ലേബർ റൂമിന് സ്പെഷ്യലായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും, മുണ്ടും ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്, മുണ്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ മുണ്ട് മേടിച്ചിട്ട് വരാൻ പറയുന്നു. അപ്പൊ അച്ചാച്ചി ഇങ്ങനെ എന്തപ്പോ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നു. കാരണം അച്ചാച്ചിയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ സമയത്ത് അച്ചാച്ചി ഇല്ലായിരുന്നല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറെ മുസ്ലിംസ്, അവിടെ കൂടുതലും ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് അവർ വന്നുകൊണ്ടിരുന്നത്. കാരണം ഈ ക്രിസ്ത്യൻസിന്റെ ഹോസ്പിറ്റലിൽ ഈ അബോഷനും കാര്യങ്ങളൊന്നും ചെയ്തില്ല, അങ്ങനത്തെ എന്തോ കാര്യം വെച്ചിട്ടാണ് അവിടെ കൂടുതലും ഇവരാണ് വരുന്നത്. ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ മുസ്ലിംസ്, അവര് ഈ ഇപ്പോഴത്തെ പോലെ പർദ്ദയല്ല അവരിടുന്നത്. അവരിതുപോലെ മുണ്ടെടുത്തിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ റൗക്ക പോലെ വന്ന്, പിന്നെ തട്ടം ഇങ്ങനെ ചുറ്റി കെട്ടിയ തട്ടം, അങ്ങനെ ഉള്ള ആൾക്കാരാട്ടെ. കുറച്ച് പ്രായമായവരൊക്കെ വന്നിട്ട് അവര് മുണ്ട് മേടിച്ചുകൊണ്ട് വരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ചാച്ചിയുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ ചേച്ചി വരുന്നു, അച്ചാച്ചിയുടെ ചേട്ടനും വൈഫും വരുന്നു. അപ്പൊ ഇവരൊക്കെ വരുമ്പോ കുഞ്ഞ് കെട്ടുടുപ്പ് കേട്ടാ. അന്നേരമാണ് ഞാൻ ഈ കുഞ്ഞു ഡ്രസ്സൊക്കെ കാണുന്നത്, നമ്മൾ അപ്പോഴാണേ. അപ്പൊ കുഞ്ഞു കെട്ടുടുപ്പ്. അപ്പൊ പിന്നെ അത് കളക്ഷനായി എൻ്റെ പണി. അതുപോലെ മറ്റേ ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡറും ബേബി സോപ്പും ഇതൊക്കെയാണ് വരുന്ന ആൾക്കാർ കൊണ്ടു തരുന്നത്. പിന്നെ ഇതിന് ശേഷം ഞാൻ ഇതുപോലെ അച്ചാച്ചി ഇങ്ങനെ അച്ചാച്ചിയുടെ മോതിരോ മാലയോ എന്തോ ഊരിയിട്ട് മറ്റേ പൊന്ന് ഒരച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അത് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. എല്ലാരും കൂടെ ചുറ്റും നിന്ന് കുറച്ച് തേനൊക്കെ വാങ്ങിച്ചിട്ട് അതൊരു സ്പൂണിലാക്കിയിട്ട് ഇങ്ങനെ പൊന്നിങ്ങനെ നമ്മുടെ കയ്യിലെ സ്വർണം വെച്ച് ഇങ്ങനെ ഒരച്ചേച്ച് ഇങ്ങനെ നാക്കി തൊട്ട് കൊടുക്കും കൊച്ചിന്റെ. അതൊക്കെ എനിക്കൊന്ന് എൻ്റെ പിള്ളേർക്കൊക്കെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എനിവേ, അപ്പം അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒന്നുമല്ല കേട്ടോ. ഒന്നെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അല്ലെ അച്ചാച്ചി തന്നെ ഉണ്ടാക്കും. അന്ന് അച്ചാച്ചിയുടെ ഫുഡ് കഴിക്കാൻ തന്നെ ആയിട്ട് കസിൻസ് ഒക്കെ വരുമായിരുന്നു. അതായത് അമ്മയുടെ ചേച്ചിയുടെ മക്കളൊക്കെ മിക്കവാറും ഹോസ്പിറ്റൽ സമയത്ത് നമ്മുടെ ഇവിടെ കാണും. കാരണം അച്ചാച്ചി വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത്. അത് കഴിക്കാനായിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഇതിനെല്ലാം കൂടെ മറ്റേ ടിഫിൻ കാരിയറിൽ വെച്ച് വരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും ഇതിന്റെ കൂട്ടത്തിൽ വരുകയും പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇവളുടെ ഇതിന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അമ്മയുടെ സാരി, അച്ചാടെ മുണ്ട്,
പഴയ കോട്ടൺ മുണ്ടും കോട്ടൺ സാരി എല്ലാം എന്താണ് കീറി നമ്മൾ മറ്റേ ക്ലോത്ത് ഡയപ്പർ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഡയപ്പർ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 ബക്കറ്റ് കാണും. ഈ 2 ബക്കറ്റിലായിട്ട് സെപ്പറേറ്റ് ഇട്ട് വെക്കുന്നു, പിന്നെ അത് കഴുകാൻ കൊണ്ടുപോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മേനെ കുളിപ്പിക്കാൻ വന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അനിയന്റെ സമയത്താണ് ഒരു വെള്ളം എടുത്ത ഒരു ചെടുത്തി വന്നത് ഓർമ്മയുള്ളത്. അല്ലാതെ എനിക്ക് അങ്ങനെ അതൊക്കെ ആ പരിപാടികളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവളിങ്ങനെ കിടക്കുന്നതും ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവളിങ്ങനെ ഓടി വന്ന് ഇങ്ങനെ മണുത്ത് നോക്കുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത് ഇപ്പോഴും. അതായത് ഞാൻ ഒരു 4 ആയില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം ഇവളെ കുളിപ്പിച്ചിട്ട് ഉച്ച കഴിയുമ്പോൾ ഇവളെ കുളിപ്പിച്ചിട്ട് കിടത്തിയിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവളെ മണുപ്പിച്ച് നോക്കുകയാണ് എൻ്റെ ഒരു അവസ്ഥ. അതായത് ബേബി സോപ്പിന്റെ മണവും പിന്നെ പൗഡർ പഫൊക്കെ ഉണ്ടല്ലോ, പൗഡർ ടിന്ന് വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ പഫ് ഇട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ തൊടിപ്പിച്ച് അവിടെ കുട്ടപ്പിയായിട്ട് ഇരുത്തിയേക്കും. അപ്പോഴായിരിക്കും ഞാൻ വന്നിട്ട് ഇങ്ങനെ മണത്തൊക്കെ നോക്കുന്നത്. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ഓർമ്മയായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലതവണ ഇട്ട് കണ്ടൊരു കാസറ്റാണ് ഇവളുടെ മാമോദീസയുടെ കാസറ്റ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു വീഡിയോ കാസറ്റ് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അത് ദീപ്തിയുടെ മാമോദീസയായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നു, അവരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെയാണത് കൊളാക്കിയത്. അപ്പം അതിനകത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 1 ഗ്രാൻഡ് ആയിട്ടായിരുന്നു നടത്തിയത്. ഫുഡൊക്കെ ആണെങ്കിലും വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുവോ, പിന്നെ കേക്കും വൈനും കൊടുക്കുക. വൈനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. കേക്കും വൈനും കൊടുക്കുന്നതും ഒക്കെ ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഇവള് വലുതായതിനു ശേഷം എനിക്കറിയത്തില്ല എൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു എന്നുള്ളത്. ഇവളോട് ഇഷ്ടമായിരുന്നോ കുശുമ്പായിരുന്നോ എന്നൊക്കെ ഉള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ അമ്മയുടെ ഒരു പറച്ചിലനുസരിച്ച് ഇവളോടൊന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാവരോടും എനിക്ക് കുശുമ്പുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. ഒരു ചെറിയ വില്ലത്തി തന്നെ ആയിരുന്നു ഞാൻ. അങ്ങനെ ആരുമായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന ഒരാളല്ലായിരുന്നു കുഞ്ഞിലെ തന്നെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി ഇങ്ങനെ പറയും, ഒറ്റപ്പുരാടി ഒറ്റയ്ക്ക് വളർന്നതിൻ്റെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മേ ബി 8 വർഷം നമ്മൾ ആരും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ വന്ന് അയാളിലേക്ക് കേന്ദ്ര ഫോക്കസ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. പക്ഷെ ഞാൻ അനിയത്തിയുടെ അടുത്ത് നിന്നൊക്കെ കേട്ടേക്കുന്നത് എനിക്കായിരുന്നു വീട്ടിൽ കൂടുതൽ പവർ, അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്ക് ദീപ ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും സൈഡായിപ്പോയി. അതായത് അനിയനും അനിയത്തി സൈഡായിപ്പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഞാൻ ഇവരെ ഒന്നും ഷാഡോ ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വാശി പിടിച്ച് വാങ്ങിക്കുന്ന ഒരാളായിരുന്നു. അമ്മയുടെ ബാക്കി പറയുകയാണെങ്കിൽ ഞാൻ വൻ കുശുംബിയായിരുന്നു. അതായത് ഞങ്ങളുടെ വീട്ടിൽ കൊച്ചിനെ ഇവളെ നോക്കാനൊക്കെ ആയിട്ടോ അതോ അനിയനെ നോക്കാനായിട്ടോ ഒരു കുഞ്ഞു കൊച്ചു വരുമായിരുന്നു. അതെനിക്കൊന്ന് എൻ്റെ തന്നെ പ്രായമായിരുന്നു. അപ്പൊ ആ കൊച്ചിനോട് ഇവരെങ്ങാനും ഇച്ചിരി സ്നേഹം കാണിക്കുകയോ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അലമ്പായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിലെ സ്കൂളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ആദ്യമൊക്കെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു സൂസി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയായിരുന്നു. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള എല്ലാ വീടുകളിലെയും പിള്ളേരുടെ വീട്ടിൽ വന്ന് വിളിക്കും. എന്നിട്ട് ബാഗ് എല്ലാവരുടെയും ബാഗും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. അത്രയും കിലോമീറ്റർ അവർ ഈ ബാഗ് കംപ്ലീറ്റ് തൂക്കി സാരിയൊക്കെ കൊടുത്തിട്ട് ഈ ബാഗ് തൂക്കിയിട്ട് നടക്കും. എന്നിട്ട് നമ്മളെല്ലാവരും ഇവരുടെ പുറകെ വരിയായിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ കുറച്ചും കൂടെ വലിയ പിള്ളേർ കൈ പിടിച്ച് റോഡിൽ കൂടെ നടന്ന് നമ്മൾ സ്കൂളിലെത്തിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. അതായിരുന്നു അന്നത്തെ ഒരു പതിവ്. അന്നിങ്ങനെ ഓട്ടോയിലൊക്കെ കൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാണുമായിരിക്കും. പക്ഷെ ഞങ്ങൾ നടന്നാ പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ചോദിക്കും, എല്ലാവരുടെയും അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടുവിടും, അല്ലെങ്കിൽ അപ്പനാ കൊണ്ടുവിടുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ചാച്ചിക്ക് സമയമില്ല എന്നുള്ളതാണ് ഞാൻ അന്ന് കേട്ടേക്കുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ജംഗ്ഷനിലൊക്കെ എത്തുമ്പം ചില സമയത്തുണ്ടല്ലോ എൻ്റെ അച്ചാച്ചിയുടെ ഫ്രണ്ടിന്റെ മോള് സെയിം സ്കൂളിലാണ് കണ്ട പഠിക്കുന്നത്, ഫ്രണ്ടിന്റെ മോളോ മോനോ ആരെയോ കൊണ്ട് ബൈക്കിൽ രാവിലെ പോകുന്നതാണ്. അപ്പം അവര് മേ ബി ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഫ്രണ്ടിന്റെ മോനെ സ്കൂളിൽ വിടാനായിട്ട് അച്ചാച്ചിയുടെ ബൈക്കിന്റെ ഫ്രണ്ട് ഇരുത്തി പോകുന്നതാണ്. അയ്യോ, എനിക്ക് ഇതുപോലെ കലിയുള്ളൊരു കാര്യം. അന്ന് ഞാൻ 4ാം ക്ലാസ്സൊന്നും ആയിട്ടില്ല, അത്രയൊക്കെ 4ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. എനിക്കങ്ങ് കലിയും ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെയാണ്. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് അലമ്പൊക്കെ ആക്കും. എന്നെ കൊണ്ടുപോകാൻ വയ്യെങ്കിൽ ഇവരെയൊക്കെ കൊണ്ടുപോകാൻ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്നേ ഞാൻ അലമ്പും ഈ കാര്യങ്ങൾ നേടിയെടുക്കാനും അനീതിക്കെതിരെ ശബ്ദം ഉയർത്താനും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അതായത് ഇതൊന്നും വെച്ചോർപ്പിക്കത്തില്ല. നമ്മളെ എപ്പോഴും അമ്മച്ചെടുത്ത് അടിയുണ്ടാക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനിയത്തിയും. അമ്മയ്ക്കല്ലെങ്കിലും അവളോടാണല്ലോ സ്നേഹം. അപ്പൊ അവള് പറയും അമ്മയ്ക്കല്ലെങ്കിൽ ഇവളോടാണല്ലോ സ്നേഹം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വൻ അടിയൊക്കെയാണ് കേട്ടോ. കുഞ്ഞിലെ അങ്ങനെ
എനിക്ക് ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ്. കാരണം അനിയനും അനിയത്തിയും ഒരേ പ്രായമാണല്ലോ. അവർ തമ്മിൽ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അനിയൻ എന്നെക്കാളും 10 വയസ്സ് ഇളയതാണ്, അനിയത്തി എന്നെക്കാളും 8 വയസ്സ് ഇളയതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു സെറ്റാണ്. അനിയന്റെ ഡെലിവറി എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഉണ്ട്. അനിയന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നേ അന്ന് എനിക്ക് കുറച്ചും കൂടെ ഒക്കെ എന്താണ് അറിവുണ്ട്. ആ ടൈമില് രാത്രി ഇങ്ങനെ ഞാനിങ്ങനെ എന്തോ അമ്മച്ചിയൊക്കെ ആയിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ കിടന്നുറങ്ങുന്ന സമയം അമ്മച്ചിയായിട്ട് എന്തോ കാര്യത്തിന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ രാത്രി മാറിക്കിടക്കുകയൊന്നും ചെയ്തു. അതായത് ഇവരുടെ കൂടെ അല്ലാണ്ട് ഞാൻ മുറ്റത്തല്ല ജനലിന്റെ സൈഡിൽ പോയിട്ട് ഹാളിൽ ഇങ്ങനെ കുറച്ചു നേരം കിടന്നിട്ട് പിന്നെ എനിക്ക് ഉറക്കം ശരിയാവാൻ ഞാൻ തിരിച്ചു വന്ന് ബെഡിൽ അങ്ങാണ്ട് കിടന്നൊരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ആരോ എന്റെ മേത്തിടിക്കുന്നതാണ് എനിക്ക് ഓർമ്മ കേട്ടോ. അപ്പൊ അടി. ഞാൻ നോക്കിയപ്പം അമ്മച്ചിക്ക് പെയിൻ വന്നിട്ട് അമ്മച്ചി സാരിയൊക്കെ ഉടുക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നെ എണീപ്പിക്കുന്ന ഇങ്ങനെ കൈയിട്ട് അടിച്ചടിച്ച്. അപ്പം അമ്മയ്ക്ക് പെയിൻ വന്നു, എന്തോ ചെയ്യും, എങ്ങനെ പോകും? അപ്പൊ എന്ത് ചെയ്തു, വീട്ടിലാരോ ഉണ്ട്. അപ്പം വീട്ടിൽ എനിക്കൊന്ന് അമ്മച്ചിയോ ആരാണ്ടുണ്ട്. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടി നീ കൊച്ചിനെ നോക്കിക്കോണം, അതായത് ദീപ്തിനെ നോക്കിക്കോണം, ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് വൻ ബഹളം. അപ്പം ഞാൻ നോക്കുമ്പോ അച്ചാച്ചിയും അമ്മച്ചിയും കൂടെ ബൈക്കിൽ പോവാണ്. ഈ ആനി നഴ്സിംഗ് ഹോമിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ പിന്നെ അത് ഇവര് പറഞ്ഞ് കേൾക്കുന്നതാണ്. അതായത് നമ്മളൊരു കുന്നിന്റെ പുറത്താണല്ലോ, കുന്നിന്റെ അവിടെ നിന്ന് താഴെ വരെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. രാവിലെ 4 മണിക്കും കണ്ട പെയിനെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം പിന്നെ അമ്മച്ചിനെ കയറ്റിയിരുത്തിക്കൊണ്ട് ആ വണ്ടി ഇറക്കി താഴെ കൊണ്ടുവന്നിട്ട് ചവിട്ടിയിട്ടും ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു വിധത്തിൽ അത് സ്റ്റാർട്ടായി. അവര് അവിടെ നഴ്സിംഗ് ഹോം തുറക്കുന്ന പോലും ഇല്ല, അവരെ പൂട്ടിയിട്ടൊക്കെയാണല്ലോ കിടക്കുന്നത്. അവിടെയും ചെന്ന് ഭയങ്കരമായിട്ട് ബെല്ലൊക്കെ അടിച്ച് അലറി വിളിച്ച് ഒരു വിധത്തിൽ പെട്ടെന്ന് തന്നെ ഡെലിവറി നടന്ന്. അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ടായി, ഇവര് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊച്ചിനെയൊക്കെ അച്ചാച്ചി അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനെയൊക്കെ കുട്ടപ്പിയാക്കി റെഡിയാക്കി ഞാനും അവള് സെറ്റ് അവിടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സെറ്റ്. അന്ന് ഞാൻ ഇവളിങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കുന്ന സമയം തന്നെയാണ്. അതായത് ഇവളുടെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞിലെ തന്നെ ചെയ്യുമായിരുന്നു. നമുക്ക് ആ ടൈമിൽ അമ്മച്ചി എല്ലാം നമ്മളെ കൊണ്ടും ചെയ്യിപ്പിക്കും. സോ ഇവളെ ഡ്രസ്സ് ഇടിപ്പിക്കാനോ അല്ല ഡയപ്പർ മാറാനോ, ഡയപ്പറൊന്നും അല്ല ക്ലോത്ത് ഡയപ്പർ തന്നെയാണ്, അത് മാറാനോ ഒന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിട്ട് ഇവളെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ പോയി കണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ വരുന്നതും അന്നേരവും ഇതുപോലെ തന്നെ ഈ പൊന്നെ ഉരച്ചു കൊടുക്കല, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ അത്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് അവൻ ജനിച്ച ആ സമയത്തും കണ്ടായിരുന്നു നമ്മുടെ ദൂരദർശനിൽ മറ്റേ ബൈബിളിന്റെ, അവൻ ജനിച്ച സമയത്തായിരുന്നു ബൈബിളിന്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബൈബിളിന്റെ ഒരു സീരിയൽ. അത് പക്ഷെ ഇടയ്ക്ക് വെച്ച് നിന്നു എന്ന് തോന്നുന്നു. മഹാഭാരതവും രാമായണവും ഒക്കെ കഴിഞ്ഞിട്ട് ബൈബിളിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിന്നുപോയി. അതൊക്കെ എനിക്ക് ഇവന്റെ കാര്യത്തിൽ ഓർമ്മയുള്ളൂ. ഇവനുമായിട്ട് ഞാൻ അത്ര കണക്ഷൻ എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് പിന്നെ കസിൻസ് ഒക്കെ വന്ന്, എന്തായാലും ഓരോ ഡെലിവറിയും വൻ സംഭവമാണ്. എല്ലാവരും വീട്ടിൽ വരും, ആൾക്കാർ നിറച്ച് വീട്ടിൽ കാണും, അതിന്റെ പുറകെ നടക്കല് അങ്ങനത്തെ. ഇവനൊരു വലിയ പ്രബുദ്ധ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആളല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ. അവൻ ഇച്ചിരി ഒതുങ്ങിക്കൂടിയ ഒരു ആളായിരുന്നു. കൂടുതൽ അലമ്പ്, എന്നൊക്കെ പറയും, കരച്ചിൽ, ഏത് നേരവും കരച്ചിലുള്ളത് അനിയത്തിയായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഇവളെയും കൊണ്ട് ഞാൻ ഡേ കെയറിൽ എങ്ങാണ്ട് വിടാൻ പോയതാ ഓർമ്മയുള്ളത്. ഒരു സംഭവം അതെന്താന്ന് വെച്ചാൽ ഇവള് കുഞ്ഞ്. അപ്പം ഇവള് കുഞ്ഞെന്ന് പറയുമ്പോൾ ഇവളെ ഡേ കെയറിലാക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവൾക്ക് 3 വയസ്സോ 2 വയസ്സോ എല്ലാം കാണുമായിരിക്കും. 3 വയസ്സ് കഷ്ടിച്ച് കാണുമായിരിക്കും. അപ്പൊ ഇവളെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയിട്ടൊരു ഡേ കെയർ സെന്റർ. അപ്പം ആദ്യമായിട്ടാണ് ഇവളെയൊക്കെ എന്നെയൊക്കെ ഡേ കെയർ വിട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇവളെ ഡേ കെയർ വിടാനായിട്ട് അമ്മച്ചി എന്നെയും അച്ചാച്ചിയാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ട് അവിടെ ആക്കി. അപ്പൊ ഇവൾക്ക് സപ്പോർട്ടിന് ഞാൻ ഡേ കെയറിലിരിക്കണം, മനസ്സിലായില്ല. അതായത് സമ്മർ വെക്കേഷന്റെ സമയത്തും കണ്ട. അപ്പം ഞാൻ അവിടെ ഡേ കെയർ, അതായത് അവളെ ഇനി അടുത്ത വർഷം സ്കൂളിൽ വിടാൻ പോകും. അപ്പൊ അതിന് മുന്നേ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡേ കെയർ വിടുന്നത്. അപ്പൊ അങ്ങനെ ആ ഡേ കെയർ ഒരു വീട്ടിലാണ് ഡേ കെയർ. അപ്പൊ ഇവളെ കൊണ്ടിരുത്തുന്നു. ഇവക്ക് കളിക്കാനും കുറച്ച് പിള്ളേരും ഉണ്ട്, കളിക്കാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട്. അതിനിടയിൽ ഞാൻ എന്തോ ചെയ്യാനാണ്, ഞാൻ ഏതാണ്ട് 3-ലോ 4-ലോ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ 4-ലൊന്നും അല്ല ഞാനപ്പം, ഇവക്ക് 3 വയസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നപ്പം ഒരു 10-11 വയസ്സ് കാണും. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് വിടുമ്പോ എന്തുവാ, ഇവളുടെ പെട്ടി, പിന്നെ കൊട, ഇവള് എല്ലാരെയും കൊണ്ട് ഞാൻ തിരിച്ചു വരണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മാസം എങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു, 1 മാസം ഒരാഴ്ച എങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം ഇവളെയും കൊണ്ട് 12:30-ക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ നല്ല വെയിലാണല്ലോ. ഇത് കൊച്ചു കുഞ്ഞല്ലേ,
ഇവളെയും കൊണ്ട് എനിക്കൊരു രക്ഷയില്ല. ഇവളുടെ ബാഗും പിടിക്കണം, ഇവളെയും പിടിക്കണം, ഞാൻ കൊടയും പിടിക്കണം. കൊച്ചിനെ വെയിൽ കൊള്ളിക്കില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവളെ ഇങ്ങനെ പിടിച്ച് കൊടയും പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു വല്യമ്മ എന്നോട് പറയാം, കൊച്ചിനെ നടത്തിക്കുന്നോ, എടുത്തോണ്ട് പോ കൊച്ചിനെ എന്ന് പറഞ്ഞ്, എടുത്തോണ്ട് പോണമെന്ന്. അപ്പൊ പകുതി വഴി എങ്ങാണ്ടായി. ഇനിയിപ്പം എനിക്കൊന്ന് കയറ്റം എങ്ങാണ്ടയോ. അവൻ എന്റെ ഗതികേട് എനിക്ക് കയറ്റാൻ കാരണം. അപ്പൊ ഇവര് പറഞ്ഞതും അല്ലേ, ഇവരെന്നെ വഴക്ക് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ എന്തോ ചെയ്യും, ഇവക്കാണെ നല്ല വണ്ണമുണ്ട്, കുഞ്ഞിനെ നല്ല വണ്ണമായിരുന്നേ. അപ്പം ഇവളെയും പൊക്കി അതിന്റെ പുറത്ത് ഞാൻ സാധനവും വിളിച്ചിട്ട് കൊട പിടിച്ചില്ലെങ്കിൽ അമ്മച്ചി എന്നെ കൊല്ലും. അപ്പൊ അതും എല്ലാം പിടിച്ച് നടന്ന ഓർമ്മയുണ്ട്. എവിടോട്ടായിരുന്നു വീടെന്ന് ഞാൻ മറന്നുപോയി, നാളിലോട്ടായിരുന്നോ എന്തോ, അതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ഇവളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്റെ ഡ്യൂട്ടി ആയി ഇവക്ക് ഫുഡ് കൊടുക്കല്. അതായത് അമ്മച്ചി ഒരു കിളിക്കൂട് പോലത്തെ ഒരു ബാസ്ക്കറ്റ് തരും, ഒരു വെള്ള കളറില് ഇങ്ങനെ പൂട്ടുന്ന ഒരു ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിനകത്ത് എനിക്കുള്ള ഫുഡുണ്ട്, കൊച്ചിന് ദീപ്തിക്കുള്ള ഫുഡുണ്ട്. എന്നിട്ട് ഞാൻ ഉച്ച സമയമാകുമ്പോൾ, രണ്ടുപേരും ഒരു സ്കൂളിലാണല്ലോ, ഉച്ച സമയമാകുമ്പം അന്നേരം ഞാൻ അവിടുന്ന് 6 7 8 എങ്ങാണ്ടാന്ന് തോന്നുന്നു, എപ്പോഴാണ് ഇനി അവിടുന്ന് ഞാൻ ഇറങ്ങി വന്ന് ഈ കിളിക്കൂടും കൊണ്ടുവന്ന് ഇവളുടെ അവിടുന്ന് ഇവളെ വിളിച്ചോണ്ട് വന്നിരുത്തി ഇവളെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി ഇവക്ക് ഫുഡ് കൊടുക്കലായിരുന്നു ഏതാണ്ട് ആദ്യത്തെ ഒരു വർഷം എന്റെ പണി. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ വന്നിങ്ങനെ നോക്കും. വേറെ പിള്ളേരുടെ അമ്മമാര് വന്നിരുന്ന് വാരി കൊടുക്കുവേ. എനിക്കൊന്ന് അമ്മച്ചി ആദ്യം വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, അതിന് ശേഷം തോന്നുന്നു എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അത് കഴിഞ്ഞപ്പം ഇതൊരു സ്ഥിരം പരിപാടി. അതായത് എനിക്ക് ലഞ്ച് ബ്രേക്കിന് എനിക്ക് വേറെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനോ പിടിക്കാനൊന്നും പോകാൻ പറ്റില്ല, ഇവക്ക് കൊടുക്കലാണ് പണി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ആദ്യമൊക്കെ രസമായിരുന്നെങ്കിലും പിന്നെ ഇതൊരു മറ്റേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയേ. സോറി, ഇതിനിടയ്ക്ക് ഒരു ഫോൺ വന്ന്. അപ്പൊ പറഞ്ഞു വന്ന എന്നാ, ഇവൾക്ക് ഫുഡ് വാരി കൊടുക്കലും ഒക്കെ ആയിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകാനോ ഒന്നും പറ്റില്ല. ആകെ നമുക്കൊരു 10-40 മിനിറ്റ് അങ്ങാണ്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ വെപ്രാളം പിടിച്ച് ഓടി വന്ന് ഇവളെ നോക്കി, ഇവക്ക് ഫുഡ് കൊടുത്ത് ഇവളുടെ വായൊക്കെ കഴിപ്പിച്ച് വിട്ട്, അതൊരു പണിയായിരുന്നേ. അപ്പൊ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലെങ്കിലും എനിക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം, അപ്പൊ ആനി ആ ടൈം, അന്നയും ആനിയും ഇതുപോലെ തന്നെ 8 വയസ്സ് വ്യത്യാസം രണ്ടുപേരും തമ്മില്. അപ്പം ഈ ആനീനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് കൺസേൺ ഉണ്ടായിരുന്നു. അവളെ 1ാം ക്ലാസ്സിലാണ് കൊണ്ട് ചേർക്കുന്നത്, കാരണം LKG UKG കൊറോണ കൊണ്ടുപോയി. പിന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ട്, ഇവള് പുറത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല, ഡേ കെയറിൽ പോയിട്ടില്ല, സ്ട്രെയിറ്റ് കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ട് ചേർക്കാം. അവള് കൂളായിട്ട് പോയി. അന്നയായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് വൻ ബഹളവും ഒക്കെ ഉണ്ടായിരുന്നത്. 1ാം ക്ലാസ് മൊത്തം അവള് കരഞ്ഞിട്ടാ പോയത്, LKG UKG കരഞ്ഞിട്ടാ പോയത് അന്ന. പക്ഷെ ആനി കൂളായിട്ട് പോയേ. പക്ഷെ നമുക്ക് ടെൻഷൻ, ഇളയതാകുമ്പോ അതിനോടൊരു പ്രത്യേക കെയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ടെൻഷനായിട്ട് വീട്ടിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അന്നയോട് പോയി നോക്കാൻ പറയണം ആനി കഴിക്കുന്നുണ്ടോ. അതായത് ഇവളുടെ 2-3 ഫ്ലോർ താഴെയാണ്, ഒരു ബിൽഡിങ്ങിൽ തന്നെ 3-4 ഫ്ലോർ, 2ാമത്തെ ഫ്ലോറിലെങ്ങാണ്ട, താഴത്തെ ഫ്ലോറിൽ ഇവളും 3ാമത്തെ ഫ്ലോറിലെങ്ങാണ്ട അന്നയും, അങ്ങനെയും കണ്ട. അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ പറയാറുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചേ, അത് ശരിയല്ലല്ലോ. കാരണം ഇപ്പൊ ആനി ഒറ്റ ഒരു കുട്ടിയായിരുന്നെങ്കിൽ അവളെ സ്കൂൾ ടൈമിൽ ആരാ പോയി നോക്കുന്നത്? ആരും നോക്കത്തില്ല. അതുപോലെ ഇവളെ നോക്കാൻ വിടുമ്പോഴത്തേക്കും മറ്റവർക്ക് അതൊരു അസൗകര്യവും അല്ലെങ്കിൽ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരും. അല്ലെ തന്നെ ഇവളിപ്പോ ഒറ്റയ്ക്കാണ് പോകുന്നത്, 2 സ്കൂളാണെങ്കിലും ഇങ്ങനെ ഒരു പ്രിവിലേജ് ആനിക്കില്ലല്ലോ, ഇളയാൾക്കില്ലല്ലോ. അപ്പൊ എന്തിനാ വെറുതെ മൂത്തയാളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ അന്നേരമാണ് എന്റെ ഒരു സമയത്തെ കാര്യം ആലോചിക്കുന്നത്. ശരിക്കും എന്തിനാണ് അങ്ങനെ ഒരു മൂത്തയാള് പെട്ടെന്ന് തന്നെ ഉത്തരവാദിത്വം ഒക്കെ അങ്ങോട്ട് ഏറ്റെടുത്ത് ഈ ഇളയാളുടെ കാര്യങ്ങളെല്ലാം നോക്കണം? അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ തന്നെ വീട്ടിലിങ്ങനെ വെറുതെ എന്തെങ്കിലും ബഹളം നടക്കുമ്പോൾ ഞാൻ പറയില്ലേ, സാധാരണ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ പറയാൻ പാടില്ല എന്ന്. എന്നാ നീ ഒന്നില് മൂത്തല്ലേ, നീ ഒന്ന് വിട്ടുകൊടുത്തൂടെ, അല്ലെങ്കിൽ നീനക്ക് അത് ഷെയർ ചെയ്തൂടെ, അന്ന ഇത് കൊടുക്ക് എന്ന് നമ്മൾ പറഞ്ഞ് അവളെ അങ്ങ് കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ അവളെ മറ്റേ കൊന്നത്തേങ്ങാക്കി കളയും. എനിക്ക് ഓർമ്മയുണ്ട്, ആനിയുടെ ഡെലിവറി സമയം, ആനീനെ പ്രസവത്തിന് അങ്ങോട്ട് പോകുന്നവരെ അന്ന വളരെ കുഞ്ഞു വച്ചായിരുന്നു. അത് കഴിഞ്ഞ് ആനീനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവളുടെ വലിപ്പവും അവളുടെ വലിപ്പവും കൂടെ നോക്കിയിട്ട് ഞാൻ അന്നെ പെട്ടെന്ന് തന്നെ, ഇവള് ഇത്രയും പെട്ടെന്ന് വലുതായി പോയോ, അവളങ്ങ് കിടന്ന് ഉറങ്ങുന്നൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇവള് ഭയങ്കര വലിയ കൊച്ചായി പോയല്ലോ എന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുക. അതുപോലെ തന്നെ പിന്നെ അവരോടുള്ള കെയറിങ്ങും ഒക്കെ മാറുക. മേ ബി അവര് പറയത്തില്ലെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നും. അപ്പം സെയിം ഞാൻ എന്നെ തന്നെ ഓർത്തത്, എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നെ അങ്ങനെ ഭയങ്കര മാറ്റി നിർത്തിയെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിൽ പോലും ഞാൻ വന്ന അലമ്പത്തിയായിരുന്നു, ഞാൻ എല്ലാ കാര്യത്തിനും ഉടക്കുണ്ടാക്കും, എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഇത് അങ്ങനൊന്നും പറയത്തില്ലേ പോലും നമ്മളിങ്ങനെ ആലോചിക്കുക, ശരിക്കും
ഈ ഇളയ കൊച്ചിനെ നോക്കാനായിട്ട് മൂത്തവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പറഞ്ഞു അന്നെ നോക്കണ്ട, അവള് എന്താന്ന് വെച്ചാൽ പൊയ്ക്കോളും. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നോട്ടൊക്കെ എഴുതാനുണ്ടെങ്കിലും അതെല്ലാം ആനിയുടെ ഉത്തരവാദിത്തമാണ്. ആനിയുടെ കാര്യങ്ങൾ ആനി നോക്കുക, അന്നയുടെ കാര്യങ്ങൾ അന്ന നോക്കുക. രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ തന്നെ പോട്ടെ. അല്ലെങ്കിൽ ഇന്നയാളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞ് പ്രിവിലേജ് അവക്കും ഇന്നയാളുടെ അനിയത്തിയാണെന്ന് പറഞ്ഞൊരു ഇത് അവക്കും അങ്ങനെ വേണ്ട എന്നുള്ള മട്ടിൽ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ ഒരു സ്കൂളിൽ പിന്നെ വൈകിട്ട് ഇറങ്ങാൻ നേരത്ത് മാത്രം ആനിനെ വിളിച്ചിട്ട് വരാൻ പറയും. കാരണം നമുക്കത് സൗകര്യം, അകത്ത് വരെ പോകണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി സൗകര്യമായിരുന്നു. അതും അവസാനത്തെ 1-2 വർഷം, എനിക്കൊന്ന് 8, 9, 10 ആ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് ആനിനെ അങ്ങനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു തന്നെ. അപ്പൊ അതൊക്കെയാണ് അന്നയുടെ ഒന്നും അല്ലല്ലോ, ഈ പിള്ളേരുടെ ദീപ്തിയുടെയും ദീപുവിന്റെ ഒക്കെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇവര് ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇവർ രണ്ടുപേരും സെറ്റായിരുന്നു എപ്പോഴും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നു. നമ്മളപ്പോഴും അച്ചാച്ചിയുടെ അമ്മച്ചിയുടെ സെറ്റാണ്. ഇവർ ഒരുമിച്ച് കളിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ദീപ്തി നല്ല ദേഷ്യമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം, ഭയങ്കര കരച്ചില്. പിന്നെ ഇവർ രണ്ടുപേരും എന്നെ മറ്റേ ഗ്ലാസും കൈ കണ്ട എന്തും എടുത്തിട്ട് എറിഞ്ഞു കളയും. എനിക്ക് മേ ബി ഞാൻ ചൊറിയായിരുന്നോണ്ടോ എന്തോ ആണ്, എനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ വീടിന്റെ ചുറ്റും കിടന്ന് അല്ലെങ്കിൽ വീടിനകത്തൂടെ ഒക്കെ കിടന്ന് ഓടുന്നതും, ഓടി ഏതെങ്കിലും മുറി കയറി വാതിലടച്ചിട്ട് അമ്മയെന്ന് കിടന്ന് വിളിക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ് ആയിരിക്കുന്നത് എന്നെ എറിയാനായിട്ട്. അപ്പം പ്രത്യേകിച്ച് അനിയൻ എന്നെ എറിഞ്ഞിട്ടുണ്ട്. ഇവളും അതിന് വ്യത്യാസമൊന്നുമില്ല, ഇവളെ എറിയും, എന്നെ മാന്തും. അത് കുഞ്ഞിലെ മാന്തും. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ പാടായിരിക്കും. ഇവളുടെ നഖം ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോ എടുക്കുമ്പോഴൊക്കെ നമ്മളെ മാന്തുമല്ലോ, അതുപോലെ. അത് ദേഷ്യത്തിന്റെ ഓർത്തല്ല, അല്ലാതെ കുഞ്ഞായിരിക്കുമ്പോ ഉള്ള ഇതാ. വലുതായി കഴിഞ്ഞ് 2 എണ്ണം എന്നെ ഉപദ്രവിക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. നമ്മളങ്ങനെ തിരിച്ചടിക്കുമായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, അത് അവര് പറയട്ടെ. പിന്നെ ഞാനങ്ങനെ അടിപിടി അങ്ങനെ തിരിച്ചടിക്കുമായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഇവരെന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുക ഇൻ ദ സെൻസ് ഇത് സാധനങ്ങൾ എടുത്തെറിയും. പിന്നെ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ദീപ്തിക്ക് ദേഷ്യം വന്നിട്ട് എൻ്റെ അസൈൻമെന്റ് പേപ്പറിൽ വരെ അവൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കരഞ്ഞതും ഒക്കെ എനിക്ക് ഓർമ്മ. പക്ഷെ അതൊരു വേഗം ഓർമ്മയാണ്, എന്ത് കാരണം കൊണ്ടാണ് എന്നെനിക്ക് ഓർമ്മയില്ല. പിന്നെ ഉള്ളത് സ്കൂളിൽ പോകുന്ന ഇതാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്കാ തിരിച്ച് നടന്ന് വീട്ടിൽ നിന്ന് വരുന്നത്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നേ. പക്ഷെ ഇപ്പൊ എനിക്ക് എൻ്റെ പിള്ളേരെ അങ്ങനെ വിടാൻ പേടിയാ. അടുത്താണെ പോലും ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ 2 കിലോമീറ്റർ ഒന്നും അല്ല, 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പിള്ളേരെ വിടാൻ പേടിയാ. ഞാൻ ഇപ്പം 10th കഴിഞ്ഞപ്പോഴാണ് അന്നേനെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടു തുടങ്ങിയത്. അവൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യും, അത് പ്രശ്നമില്ല. അത് ഇപ്പോഴാണ്. അതുവരെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ആനീനെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല, അടുത്ത വീട്ടിലോട്ട് പോലും ഞാൻ ഒറ്റയ്ക്ക് വിടാറില്ല. പക്ഷെ പണ്ട് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് സ്കൂളിലോട്ട് പോയിരുന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അച്ചാച്ചിയോട് ഇങ്ങനെ പറയും, അച്ചാച്ചി ഇടയ്ക്ക് പെട്ടെന്നൊരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു പോയി പാല് മേടിച്ചിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാൾ എന്നെ പുറത്തൊന്നും ഇറക്കാതെ നിങ്ങൾ പെട്ടെന്ന് പാല് മേടിക്കാൻ പറഞ്ഞാൽ ഞാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞു ഉടക്കുണ്ടാക്കിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് 4-ഓ 5-ലോ എങ്ങാണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു, 5-ലോ 6-ലോ വെച്ചിട്ടാണ്. നിങ്ങൾ എന്നെ പുറത്തൊന്നും വിടാതെ നടത്തിയിട്ട് എന്നെ പെട്ടെന്ന് പുറത്തു പോകാൻ പറഞ്ഞാൽ ഞാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് എന്തോ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെനിക്കൊന്ന് ഞാൻ ഇങ്ങനെ കസിൻസിന്റെ വീട്ടിൽ പോകുമ്പം ഇവരൊക്കെ ഏതാണ്ട് എന്റെ പ്രായം തന്നെയാണല്ലോ. അപ്പൊ അവരൊറ്റയ്ക്ക് പോയി പാലും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരും കടയിൽ നിന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര കൊതിയാ എനിക്ക് പോകണമെന്ന്. പക്ഷെ അച്ചാച്ചി വിടത്തില്ല. അച്ചാച്ചി തന്നെയാണ് പാലും ഇതൊക്കെ മേടിച്ചോണ്ടിരുന്നത്. പിന്നെ കുറെ നാൾക്ക് ശേഷം അച്ചാച്ചി എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, നീ പോയി വാങ്ങിച്ചിട്ട് വരാൻ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചുമ്മാ എനിക്ക് അച്ചാച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാ, എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കൊണ്ട് ചെന്ന് കാണിച്ചു തന്നല്ല നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇതാണത് പൊയ്ക്കോ എന്ന് പറയും. അല്ല, ഞാനൊക്കെ ഇപ്പം പിള്ളേരെ പഠിപ്പിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും കൂടെ അവിടെ നിന്നിട്ട് ഞാൻ പറയും, നീ തന്നെ ചെന്ന് ചോദിക്കുക. അപ്പം പിള്ളേർക്കൊരു ധൈര്യമാണ്, അമ്മ അപ്പുറത്ത് മാറി നിപ്പുണ്ട്, പിന്നെ അവര് ഡീൽ ചെയ്തോളും. പയ്യെ അവര് ഡീൽ ചെയ്യുന്നെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കത് വിടാം. പക്ഷെ അച്ചാച്ചിയുടെ കേസ് അങ്ങനെ അല്ലായിരുന്നു. കംപ്ലീറ്റ്ലി അച്ചാച്ചി ഒന്നും പറഞ്ഞു തരത്തില്ല, നമ്മൾ വേണേ കണ്ടുപിടിച്ചോണം. അതാണ് ചേച്ചി പറയുന്നത്. നിനക്കൊക്കെ വായില്ലേ, വാ തുറന്നങ്ങോട്ട് ചോദിക്കണം, അത്രേ ഉള്ളു കാര്യം. ഇങ്ങനെയാണ് അച്ചാച്ചിയുടെ ഒരു മൈൻഡ് സെറ്റ്. മേ ബി അവര് അങ്ങനെ ആയിരിക്കും വളർന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര പ്രയാസമായിരുന്നു തുടക്കത്തിലൊക്കെ. എനിക്ക് പോയിട്ട് പൈസ എത്രയാണ് കൊടുത്തിട്ട് എനിക്ക് തിരിച്ചെത്ര മേടിക്കണം അതൊന്നും അറിയത്തില്ല. അല്ല, ഇത് എങ്ങനെയാ കൊടുക്കണ്ട, എങ്ങനെയാ തിരിച്ച്, അതുപോലും നമുക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അച്ചാച്ചി അങ്ങനെ ഈ നമ്മളെ എവിടെയെങ്കിലും ഇപ്പം എനിക്കൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനാണെങ്കിൽ ലേണേഴ്സ് ലൈസൻസിന്റെ ടെസ്റ്റിന് പോയതാട്ടെ, ഡ്രൈവിംഗ് ലൈസൻസിന്റെ 8 എടുക്കാൻ പോയതാവട്ടെ, ഇതിനൊക്കെ അച്ചാച്ചി ആ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, അവിടെയാണ് ടെസ്റ്റ് എടുക്കുന്നത്, പൊക്കോ, ഇങ്ങനെ അങ്ങ് പറയും.
അല്ലെങ്കിൽ ഇവിടാണ് ലേണേഴ്സ് എടുക്കേണ്ടത്, അവിടെ നിൽക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചി അങ്ങ് പോകും. നമ്മളവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കും. മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഞാൻ പഠിക്കുന്ന എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. ഞാനാണ് ക്യൂവിൽ നിൽക്കുന്നത്. ക്യൂവിന്റെ ഫസ്റ്റിൽ നിൽക്കുന്ന ആൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടേ നിൽക്കും. എന്താ ചെയ്യുന്നേ? ഓക്കെ, പൈസ ചോദിക്കും, അപ്പോൾ ആ പൈസ എടുത്തു വെക്കണം. ഇനി അതിന് ചില്ലറ വേണമെങ്കിൽ ചില്ലറയും ഓൾറെഡി റെഡി ആയിരിക്കണം. നമ്മൾ താമസിക്കാൻ പാടില്ല. ഭയങ്കര വെപ്രാളമായിരുന്നേ. അന്നോട്ടുള്ള വെപ്രാളം ഇപ്പോഴും എനിക്കുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന, ഇപ്പൊ ക്യൂയിൽ നിൽക്കുവാണ്, നമ്മളിപ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കുകയാണ്. ഞാൻ പൈസ എടുക്കാൻ താമസിക്കുന്നത് കൊണ്ട് ബാക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു താമസം ഉണ്ടാവരുത്. എന്നാൽ അതുപോലെ ബാക്കി ആരും വിചാരിക്കാറുമില്ല. എനിക്കൊക്കെ അറിയാം, നമ്മൾ ഈ ലുലുന്നും മോൾ ഓഫ് ട്രാവൻകൂറിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോൾ മറ്റേ വണ്ടിയുടെ പാർക്കിങ്ങിന്റെ പൈസ കൊടുക്കണമല്ലോ. ചിലരിരുന്ന് ആ പാർക്കിങ്ങിന്റെ അവിടെ എത്തി അത് കൊടുത്തതിന് ശേഷം പൈസ ഇരുന്ന് എണ്ണി പയ്യെ തുട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. ഞാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സമയത്തിന് വിലയില്ലാത്ത കണക്കല്ലേ ഇവർ കാണിക്കുന്നേ. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞൊരു വെപ്രാളവാസിയാമേ. ഒരു ക്യൂയിലോ ഇതിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൈസ കൊടുത്ത് ബാക്കിലുള്ളവർക്ക് പെട്ടെന്ന് പോകണ്ടേ, നമ്മളായിട്ട് ഇനി അവരെ അങ്ങനെ ഒരു വെപ്രാളം പിടിക്കുന്ന അത് അങ്ങനെ ആയിപ്പോയതാന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ എല്ലായിടത്തും കൊണ്ടുവന്ന് നീ ചെയ്തോന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്, പിന്നെ അവരോട് ചോദിക്കും എന്താ വേണ്ടത്. പക്ഷെ അത് നല്ലതായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു രീതി എനിക്ക് ഭയങ്കര എന്താണ്, പെട്ടെന്ന് എന്നെ കൊണ്ട് എടുത്ത് മറ്റേ തീയിലോട്ട് എടുത്തിട്ട് ചാടിക്കുമെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞു തരത്തില്ല, ഇങ്ങനെ എന്ന് മേ ബി പറഞ്ഞു തരാൻ അറിയാത്തോണ്ടായിരിക്കും. പക്ഷെ അപ്പൊ ഞാൻ എൻ്റെ പിള്ളേരെ ഇതുപോലെ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നതാവട്ടെ, അതുപോലെ നടന്നു പോകുന്നതാവട്ടെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളും കൂടെ ആ സൈഡിലൊക്കെ തന്നെ കാണും. എന്നിട്ട് അവർ പോകുന്നുണ്ട്, അവർ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനമുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും അച്ചാച്ചിക്കും അമ്മച്ചിക്കും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. കാരണം എന്നെയൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ ഒറ്റയ്ക്ക് വിട്ടിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മേ ബി നാട്ടിലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും വളരുന്നേ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനം മേടിക്കാനൊക്കെ അച്ചാച്ചി വിട്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ വയ്യ അങ്ങനെ പോയി തുടങ്ങുവാണ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ തന്നെത്താനെ പോയി പാല് മേടിക്കുക. അമ്മച്ചി എണ്ണ തീർന്നു, പപ്പടം തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ഓടിപ്പോയി വാങ്ങിക്കല് ഒരു സ്ഥിരം പരിപാടി. പിന്നെ ഗസ്റ്റ് വരുമ്പം പുറകുവശത്തൂടെ ഇറങ്ങി ഓടി മറ്റേ ബേക്കറി സാധനം വാങ്ങിക്കാൻ പോകുന്നത്, അതൊക്കെ നമുക്കിടെ എനിക്ക് തോന്നുന്നു അനിയനും അനിയത്തി ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. കാരണം വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും പുറകുവശത്തൂടെ ചായം വെച്ചിട്ട് ആ വഴി ഇറങ്ങി ഓടും. അമ്മച്ചി ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ വഴി ഇറങ്ങി ഓടി സ്നാക്സ് മേടിച്ചിട്ട് വരുന്നത് എനിക്കൊരു സ്ഥിരം ഹോബിയായിരുന്നു. ഹോബിയല്ല, എൻ്റെ ഡ്യൂട്ടിയാണത്. പിന്നെ ബൈക്കൊക്കെ ആയതിനു ശേഷം സ്ഥിരം ഇത് തന്നെ. ബൈക്ക് പയ്യെ, അതായത് ഗസ്റ്റ് അകത്തിരിക്കുമ്പോൾ ബൈക്ക് പയ്യെ തള്ളി റോഡിൽ കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് ചവിട്ടി ഓടിപ്പോയി സാധനം മേടിച്ചിട്ട് വരുന്നതൊക്കെ അതൊരു ഓർമ്മയാണ്. എനിക്ക് തോന്നുന്നു വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കുഞ്ഞിലെ തൊട്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം പലതും ഇങ്ങനെ പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈ പറഞ്ഞ വടിയാലെ നടക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എന്റെ പിള്ളേരോട് പറയാം അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവർ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ അല്ലാതെ ഒന്ന് ആലോചിച്ച് ചെയ്യാനായിട്ട് ഇവര് ശ്രമിക്കാറില്ല. ഞാൻ ചില സമയത്തൊക്കെ അനിയനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനല്ലേ പറഞ്ഞേ, അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നും പോയില്ല, നമ്മളിങ്ങനെ തിരിച്ചു വന്ന്. പക്ഷെ എന്റെ കേസില് ഇങ്ങനെ പോയി കണ്ട് എന്ത് ചെയ്യണം എന്ന് ഓൾറെഡി നോക്കി ചോദിച്ച് ഒക്കെ പഠിക്കുമ്പം നമുക്ക് അതിന്റെ പല രീതിയിൽ എന്ത് ചെയ്യണം, അല്ലെ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇത് കാണാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകണം എങ്കിൽ പോലും നമ്മള് കുറെ കാര്യങ്ങള് അസ്യൂം ചെയ്യും. ഓക്കെ, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിലെ തന്നെ ഈ ഓവർ തിങ്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് കുഞ്ഞിലെ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും എപ്പോഴും പ്രിപ്പയർഡ് ആണ്. ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡാണ് എപ്പോഴും ഇരിക്കുന്നത് ഞാൻ. അത് എനിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട്, ദോഷവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ദീപ്തിനെയും കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതാണേ. അത് ഇവള് എപ്പോഴും കുഞ്ഞായിരുന്നപ്പോഴേ ഇവളെപ്പോഴും ഛർദിക്കും. ഛർദിച്ചു കഴിഞ്ഞ് ഇവൾക്ക് നല്ല വണ്ണം ആയതുകൊണ്ട് അവിടെ സ്പെയർ ഉടുപ്പ് കാണുമല്ലോ, അപ്പൊ ഇവൾക്ക് നല്ല വണ്ണം ആയതുകൊണ്ട് ഈ സ്പെയർ ഉടുപ്പ് വെച്ചേക്കുന്നൊന്നും ഇവൾക്ക് ചേരത്തില്ല. അപ്പൊ എന്തുവാ, ഈ വലിയ ക്ലാസ്സിലെ പിള്ളേരുടെ ഡ്രസ്സായിരിക്കും ഇവക്ക് ഇട്ട് കൊടുക്കുന്നത്. അതായത് LKG UKG പഠിക്കുമ്പം ഇവളെക്കാട്ടിലും വലിയ ലോങ് പിനോഫോം ഇട്ടിട്ട് വരും. എന്തുവാ, ഛർദിച്ച് ആ ഡ്രസ്സ് അവിടെ കഴുകിയിട്ടേക്കുക. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പൊ ഇവളെയും കൊണ്ട് പോകുമ്പം നാട്ടുകാരെല്ലാം നോക്കും. അന്നേരം എനിക്ക് നാണക്കേടാ, ഇതിനെയും കൊണ്ട് ഞാൻ പോകണമല്ലോ. അതുപോലെ
അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അന്ന ഇതുപോലെ തന്നെയായിരുന്നു. അന്ന സ്കൂളിൽ പോയിട്ട് സ്ഥിരം ഛർദിലാണ്, കരഞ്ഞ് 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 അങ്ങ് ഛർദിക്കും. അത് കഴിയുമ്പോൾ ആന്റി വേറൊരു കൂറ ഡ്രസ്സ് ഇടിപ്പിച്ചു വിടും, ആ ഡ്രസ്സുമായിട്ടായിരിക്കും നമ്മൾ. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്ത് അന്നയുടെ ബാഗിൽ എപ്പോഴും ഞാനൊരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് വെക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ വല്ലവരും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരേണ്ടത്, പിന്നെ ഇത് നമ്മൾ കഴുകി തിരിച്ചു കൊടുക്കണം. അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദീപ്തിനെ കൊണ്ട് തിരിച്ചു വരുമ്പം അങ്ങനായിരുന്നു. പിന്നെ ദീപ്തിയും ദീപും ആയതിനു ശേഷം അച്ചാച്ചി വരാൻ തുടങ്ങി. അച്ചാച്ചിയാണ് വന്ന് കൊണ്ടുവിട്ടോണ്ടിരുന്നതും അച്ചാച്ചി തന്നെയായിരുന്നു. അതായത് ഞാനൊക്കെ കുറച്ച് വലുതായതിനു ശേഷം, ഒരു 8ാം ക്ലാസ് ഒക്കെ ആയതിനു ശേഷം ദീപും ദീപ്തിയും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊന്ന് അച്ചാച്ചി തന്നെയാണ് കൊണ്ടുവിടുവും തിരിച്ച് കൊണ്ടുപോകുന്നതും പിന്നെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 10ാം ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ അച്ചാച്ചി കൊണ്ട് വിട്ടത് ഓർമ്മയുണ്ട്. പിന്നെ സ്കൂളിൽ പോകാനാണെങ്കിൽ ഞാനും അനിയനും നീ ഇന്ന് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ കരയുന്ന ടീംസാണ്. അതായത് നമുക്ക് എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് വേണം, എല്ലാ ദിവസവും സ്കൂളിൽ ഹാജര് വെക്കണം. പോവുകയാണെങ്കിൽ തന്നെ നേരത്തെ പോകും. അതായത് സ്കൂളിൽ 9 മണിക്ക് ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 8:45 8:50 സ്കൂളിൽ എത്തിയിരിക്കുന്ന ടീംസാണ് ഞാനും അനിയനും ഒക്കെ. അനിയത്തി നേരെ തിരിച്ചാണ്. അവള് പണ്ടൊട്ടേ സ്കൂളിൽ പോകാൻ അവൾക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്ന ഒരു ഇതാണ്. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, അവൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞിലെ ഇവള് LKG UKG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവളെ വിടണമല്ലോ. അപ്പൊ ഞാൻ എല്ലാം റെഡിയായി നിന്ന് കഴിഞ്ഞാലും ഇവളെ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇവളെ എത്ര വിളിച്ചാലും ഇവള് എണീക്കില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ 2 ബെഡ് കട്ടിൽ അടുക്കി ഇട്ടിട്ട് ഒരു മുറി നിറച്ച് ഇടുന്ന കണക്കാണ് നമ്മൾ ബെഡ് ഇട്ടിരുന്നത്. അപ്പൊ ഇവള് എണീറ്റിട്ട് ഓടിപ്പോയിട്ട് ബെഡിന്റെ മൂലയ്ക്ക് പോയിരിക്കും. അതായത് നമ്മൾ ബെഡ് വഴി കയറി അകത്ത് ചെന്നാൽ മാത്രമേ ഇവളെ പിടിച്ചെടുത്തോണ്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവള് പോയി മൂലയ്ക്ക് വരുന്ന കരഞ്ഞളയും. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവളെയും പൊക്കിയെടുത്ത് നേരെ കൊണ്ടുവന്ന് ബുള്ളറ്റിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ മേളിൽ കയറ്റി ഇരുത്തിയിട്ടാണ് ഇവക്ക് യൂണിഫോം ഇടുന്നത്. അത്രയ്ക്ക് ബഹളമായിരുന്നു കുഞ്ഞിലെ ഇവളെ സ്കൂളിൽ വിടാനായിട്ട്. എനിക്ക് സ്കൂൾ അത് കഴിഞ്ഞ് ഇവള് ഇച്ചിരി സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും, എനിക്കും അനിയനും ദീപുവിന് ഭയങ്കര സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വിഷമമാണ്. അതെനിക്കൊന്ന് കോളേജിൽ വരെ ഇത് തന്നെ. ഈ പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വിഷമവും വെപ്രാളവും ഒക്കെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അവധി എടുക്കേണ്ടി വന്നാലൊക്കെ നമ്മുടെ എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ പഠിത്തത്തിന്റെ കേസിൽ അവനും അനിയത്തിയും ഒക്കെ തന്നെയായിരുന്നു നല്ല സൂപ്പർ ആൾക്കാർ, നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മള് ഇങ്ങനെ കാണാപ്പാടം ടീമാണെങ്കിൽ അവരങ്ങനല്ല, അവർ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ടീംസാണ് ഇവർ രണ്ടുപേരും. പിന്നെ ഇവർ രണ്ടുപേരും ഒരു സെറ്റായിരുന്നു. ഇവളുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നത് ഇവള് ഡിഗ്രിക്ക് ചേരുന്ന സമയം. ആ സമയത്താണ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് അന്നനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് റുബെല്ല വരുന്നതും. ആ സമയത്ത് ഇങ്ങനെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇവളുടെ രംഗപ്രവേശം എന്ന് പറയാം. അതായത് അന്ന് ഇവൾ എന്നോട് കുറേ കാര്യങ്ങൾ ഇരുത്തി സമാധാനിപ്പിച്ച്, അന്ന് അമ്മച്ചി ഒന്നും പറഞ്ഞിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് വിഷമം മാറുന്നില്ലായിരുന്നു. ഇവളിരുന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന്. പക്ഷെ അന്ന് തൊട്ടാണ് ഞാനും ഇവളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിലും അടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിലും അന്നോട്ടാണ് ശരിക്കും നമ്മൾ ഒരു ബോണ്ട് ഉണ്ടായി വരുന്നത്. അതിനു മുന്നേ വരെ ഇവളൊക്കെ എന്ത് എന്നുള്ളൊരു മട്ടിൽ ഇവളെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ എന്നെക്കാട്ടിലും അവൾക്ക് വിവരം ഉണ്ടെന്ന് മനസ്സിലായ ഒരു സമയമായിരുന്നു അന്ന്. പിന്നെ നമ്മൾ അവളുമായിട്ടൊരു ബോണ്ടുണ്ട്. പക്ഷെ അനിയനുമായിട്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ വലിയ ബോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അവൻ കുറച്ചും കൂടെ ഉള്ളിലോട്ടാണ് കാര്യങ്ങൾ. അല്ല, നമ്മൾ രണ്ടുപേരുടെയും ഒരു വൈബൊന്നും അല്ല അവൻ. അപ്പം അവൻ കുറച്ചും കൂടെ എനിക്കൊന്ന് അമ്മച്ചിയുടെ പെറ്റാണ്, അല്ലെങ്കിൽ അമ്മയുടെ മോനാണ്. അപ്പം അമ്മച്ചി എല്ലാവരെയും ഒരുപോലെ തന്നെ പാമ്പർ ചെയ്യുന്നത്. അയ്യോ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലൊക്കെ അയ്യോ പാവം അവള് അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പം നമ്മൾ രണ്ടുപേരും അത് തട്ടിത്തെറിപ്പിക്കും. അമ്മ പോമ്മ പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയും. പക്ഷെ അവനെ പാമ്പർ ചെയ്യുമ്പോൾ അവൻ ആ രീതിയിൽ അങ്ങ് ഇരിക്കും. അവൻ അങ്ങനെയൊന്നും പറയത്തില്ല, അവന് അത്രയും സന്തോഷം അതാണ്. അപ്പൊ അതിൽ നമ്മൾ എപ്പോഴും വഴക്ക് പറയുകയൊക്കെ ചെയ്യെങ്കിലും അതുകൊണ്ട് അവൻ എപ്പോഴും അമ്മ എല്ലാത്തിനും കവർ ചെയ്യും, എല്ലാ കാര്യത്തിനും. എന്തെങ്കിലുമൊക്കെ നമ്മൾ അവനായിട്ട് വഴക്ക് പറയാനൊക്കെ ചെന്ന് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇത് ഇങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവന് എനിക്കൊന്ന് കുഞ്ഞിലോട്ടെ അവന് ആസ്മയുടെ പ്രശ്നമുണ്ട്, വലിവ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു ഓവർ കെയറിങ് ഉണ്ട് അവനോട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും എന്തെങ്കിലും നമ്മൾ പറഞ്ഞാലും അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അമ്മ അവിടെ കാണും. അപ്പൊ അതുകൊണ്ട് അവനായിട്ട് നമ്മൾ അത്ര ഒരു ഡീപ്പ് ഇതിലോട്ട് വന്ന അത് ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള കൺവെർസേഷൻസ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, ഒരേപോലെ എഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവളുമായിട്ടാണ് ഡിഗ്രി സമയം തൊട്ട് ഇവളുമായിട്ടാണ് കുറച്ച് കണക്ഷൻസ് കൂടുതൽ. ഇവനുമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാറില്ല. ഇപ്പൊ അനിയനുമായിട്ട്
അവന്റെ ഇമോഷണൽ പ്രശ്നങ്ങളെല്ലാം അവൻ സ്വന്തമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമുക്ക് അതിനുള്ളൊരു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവന് അത്ര അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതോ ഒക്കെ ആയിരിക്കാം. പക്ഷെ എനിക്കും അനിയത്തിക്കും ഓൾമോസ്റ്റ് എല്ലാം റിലേറ്റബിൾ ആണ് കാര്യങ്ങൾ. പക്ഷെ എന്റെ പ്രശ്നങ്ങളെല്ലാം അതേ ഇന്റൻസിറ്റിയിൽ അനിയത്തിക്ക് മനസ്സിലാവണമെന്നില്ല. അതും അവള് ഈ ഒരു അടുത്ത കാലത്തൊക്കെയാണ് അവക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ റിജിഡ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര കടുംപിടുത്തവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഭയങ്കര ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്ന് കുറച്ചും കൂടെ ഒക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ്. എനിക്ക് ഇവരെ രണ്ടുപേരെ ശരിക്കും അറിയാമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാനും ഇവോൾവിങ് ആണ് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ 3 പേരും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. കൂടുതലും അച്ചാച്ചിയുടെ ഇൻഫ്ലുവൻസ് ആണ് നമുക്കുള്ളത്. ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളത് നമ്മൾ 3 പേരിലും ഇൻജെക്ട് ചെയ്ത് നമ്മുടെ അമ്മച്ചി തന്നെയാണ്. പഠിക്കുക, ജോലി വാങ്ങിക്കുക, ഇതൊരു മെയിൻ ഗോളായിട്ട് സെറ്റ് ചെയ്ത് തന്ന അമ്മച്ചിയാണ്. അത് നമ്മൾ 3 പേരും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ചാച്ചിയുടെ ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടിയേക്കുന്നത്. ഈ അതിരാവിലെ എണീക്കുക, കാര്യങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്യുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുക. അതായത് വേറൊരാളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വായ്പൊളിച്ച് നിൽക്കുന്ന പരിപാടി ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ചെയ്തു തീർക്കുക, അപ്പന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ ആൾക്കാരെ പതപ്പിക്കുന്ന പരിപാടി നമുക്ക് 3 പേർക്കും ഇല്ല. നമ്മളെല്ലാവരും, അവനും അതെ, ഇവട്ടൊന്ന് മുറിരണ്ടാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ ഫ്രണ്ട്സ് ഇല്ല. ഞങ്ങൾക്ക് 3 പേർക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അനിയനുണ്ടോന്ന് അറിയത്തില്ല. അനിയന് 1-2 പേരൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അത് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല. അനിയത്തിക്കും അങ്ങനെ ഫ്രണ്ട്സ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് കുറവാണ് എന്നാണ് എൻ്റെ ഇത്. എൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു മെന്റർ എന്ന് വേണമെങ്കിൽ പറയാം അനിയത്തി. ഇപ്പോൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ ഗ്ലാസ് ഒക്കെ എടുത്ത് എറിഞ്ഞ് അലമ്പാക്കിക്കൊണ്ടിരുന്നൊരു കൊച്ചാണ്. ഇപ്പൊ പക്ഷെ എനിക്ക് അവക്ക് ഞാനും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ആശ്വാസമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഇടക്കാലത്ത് നമ്മൾ തമ്മിൽ ഭയങ്കര ഡിപ്പെൻഡൻസി ആണ്, അത് വേണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഒഴിവാക്കാനും നമ്മൾ ശ്രമിച്ചു. ഒഴിവാക്കാൻ ഇൻ ദ സെൻസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് രണ്ടുപേരും ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു ഇത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എത്തിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് സിബ്ലിങ്സിന്റെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ. ഇവർ തന്നെയായിരുന്നു എന്നെ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ ആരും തന്നെ ട്യൂഷനൊന്നും ഇല്ലാണ്ട് തന്നെയാണ് 10ാം ക്ലാസ് വരെയൊക്കെ പോയത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടായിരുന്നെന്നുള്ളതല്ല, 10ാം ക്ലാസ് വരെ ഞങ്ങൾ ആരും ട്യൂഷൻ ഇല്ലാണ്ട് തന്നെയാണ് പോയത്. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ വലുതായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഇവർക്ക് എന്നോടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ദീപ ചെയ്യുന്ന പോലെ, ദീപയുടെ പോലെ. അപ്പൊ ഇവർക്ക് ഞാൻ ഇവരെ ഷാഡോ ചെയ്യുമായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഈ റീസെന്റ് ടൈമിൽ അനിയത്തിയൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനിങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലും ബന്ധുക്കളുടെ ഇടയിലും ഒക്കെ ദീപ എന്ന് പറയുമ്പം കുറച്ച്, അതായത് അച്ചാച്ചി അമ്മച്ചിയുടെ ഒരു സെറ്റിൽ പെടുന്ന ഒരാളായതുകൊണ്ട് നമ്മളെ ആ രീതിയിലാണ് നമ്മുടെ ബന്ധുക്കളാണെങ്കിലും കണ്ടോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നിന്നത് കൊണ്ട് തന്നെ ഇവരെ ഞാൻ ഷാഡോ ചെയ്യുമായിരുന്നു എന്നുള്ളത് ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് വളരാൻ പറ്റിയില്ല എന്നൊക്കെ ഇവരെന്നെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഗിൽറ്റ് എടുപ്പിക്കാറുണ്ട്. പക്ഷെ ഞാനത് മനഃപൂർവ്വം ഒന്നും ചെയ്തൊന്നുമില്ല. നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഷോ കാണിക്കാവോ ആ ഷോ കാണിക്കുന്ന ഒരു രീതിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവരിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ എൻ്റെ മക്കളുടെ കേസിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പാരന്റിങ് കുറെയൊക്കെ എന്നെ എൻ്റെ അമ്മച്ചി വളർത്തിയത്, എൻ്റെ അനിയനെ അനിയത്തിനെ എൻ്റെ അമ്മച്ചിയും അച്ചാച്ചിയും വളർത്തിയത് എല്ലാം കൂടെ നോക്കി അതിലെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത്. അതായത് അന്ന് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളത്തില്ല എന്ന് എനിക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളിൽ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ അമ്മ ഭയങ്കര പാമ്പറിങ് എല്ലാവരെയും, അതെൻ്റെ മക്കളെ ആണെങ്കിലും ഞങ്ങളെ ആണെങ്കിലും ഭയങ്കര പാമ്പറിങ്. അപ്പം മേ ബി എൻ്റെ സ്വഭാവം അത്ര പാമ്പർ ചെയ്യുന്നൊരു സ്വഭാവം ഒന്നല്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ ഇങ്ങനെ വലിയ ഓവർ കെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആൻസൈറ്റി ഒക്കെ ഉണ്ട്, ഇവരെന്ത് സംഭവിക്കും, ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു വിഷമം വെപ്രാളൊക്കെ ഉണ്ടെങ്കിലും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. അവര് കുഞ്ഞിലെ തൊട്ട് അവരുടെ ഡയറി ഫില്ല് ചെയ്യുന്നോട്ടെ, അവരുടെ ബുക്ക് പൊതിയുന്നോട്ടെ, ഇതെല്ലാം ഇവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞിലെ പല കാര്യങ്ങളും
അപ്പം ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ ഇതിനകത്ത് ഞാൻ അതുപോലെ എനിക്ക് ഏറ്റവും കുഞ്ഞിലെ തന്നെ പൈസ കൈകാര്യം ചെയ്യാനാണെങ്കിലും പുറത്തു പോയി കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒറ്റയ്ക്ക് പോയി കാര്യങ്ങൾ ചെയ്യാനൊക്കെ അച്ചാച്ചി എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച പോലെ ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അച്ചാച്ചി മനഃപൂർവ്വം ട്രെയിൻ ചെയ്യിപ്പിച്ചോന്നല്ല, അച്ചാച്ചിക്ക് അതായിരുന്നു എളുപ്പം. അച്ചാച്ചി അങ്ങനെ പർപ്പസ്ഫുള്ളി നോക്കിയതൊന്നുമല്ല. പക്ഷെ പിന്നൊരു കാര്യമുള്ളത്, ഇവർ രണ്ടുപേരും ഞങ്ങളെ ഒന്നും അടിച്ചിട്ടില്ല. ദീപ്തിനെ അടിച്ചിട്ടുണ്ടോ? ദീപ്തിയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ മറ്റേ ഗുണ്ടെന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു അവളെ അടിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെയും അച്ചാച്ചി അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല. അച്ചാച്ചി അടിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വലുതായി, ഒരു 10 എത്തിയപ്പോൾ ഞാൻ കുറച്ച് അലമ്പായിരുന്നു. അച്ചാച്ചിയുടെ വെല്ലുമ്മച്ചി വീട്ടിൽ നിന്ന് വന്ന് നിന്നപ്പം ഞാൻ വെല്ലുമ്മച്ചിയായിട്ട് കുറച്ച് അലമ്പായിരുന്നു. അതിന്റെ കേസിൽ അച്ചാച്ചി എനിക്ക് ഈർക്കിലി വെച്ച് 2 അടി തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാനും കാരണമുണ്ട്. കാരണം എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചൊറി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, അലമ്പാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചാണ് അന്ന് വെല്ലുമ്മച്ചിയായിട്ട് എന്തോ ഒരു അടി ഉണ്ടായിരുന്നു എനിക്ക് അന്ന്. അപ്പൊ അന്ന് എനിക്ക് 2 അടി കിട്ടിയായിരുന്നു. അല്ലാതെ അച്ചാച്ചി അമ്മച്ചിയും ഞങ്ങളെ അടിക്കുകയോ അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷൻ വരണം, ഇന്ന രീതിയിൽ ഇന്ന ക്ലാസ് വേണം, അല്ലെങ്കിൽ റാങ്ക് വേണം, പഠിച്ചേ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും അച്ചാച്ചിക്ക് അമ്മച്ചിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നിനും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ആകപ്പാട് അമ്മച്ചി പറഞ്ഞേക്കുന്ന ഒരു ജോലി വേണം എന്നുള്ളത് മാത്രമാണ്. ജോലി വേണം. അതിന് അമ്മച്ചിയുടെ തന്നെ ലൈഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. അമ്മച്ചി വാസ് ഓക്കെ. അമ്മച്ചിക്ക് അച്ചാച്ചിയുടെ കെയർ ഓഫിൽ നിൽക്കുക, പുറത്തൊന്നും അമ്മച്ചി അങ്ങനെ പോയിട്ടില്ല. ഒറ്റയ്ക്ക് പോയി സാധനം മേടിക്കാനൊന്നും അമ്മച്ചിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അമ്മച്ചിക്ക് പറഞ്ഞു തരാനും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അമ്മച്ചീനെ എന്തുവാ, അമ്മച്ചിക്കൊന്നും അറിയത്തില്ല, അമ്മച്ചി കൂടുതലൊന്നും മിണ്ടണ്ട, ആ ഒരു ആറ്റിറ്റ്യൂഡും അല്ലായിരുന്നു. അത് ഇപ്പോഴാണ്, ഇപ്പം നമുക്ക് കുറച്ച് തലയൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളും ഒക്കെ, എൻ്റെ മക്കളും ഒക്കെ ആയതിനു ശേഷമാണ് ഞാൻ അമ്മച്ചിയോടൊക്കെ ഇച്ചിരിയെങ്കിലും ദേഷ്യത്തിലൊക്കെ, അങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇച്ചിരിയെങ്കിലും അമ്മച്ചി പറയുന്നൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട എന്നുള്ള മട്ടിലോട്ടൊക്കെ വരുന്നത് ഇപ്പൊ അടുത്ത കാലത്താണ്. അടുത്ത 2-3 വർഷമൊക്കെ ആയിട്ടുണ്ടാകത്തുള്ളൂ. അതുവരെ അമ്മച്ചി പറയുന്നത് ഭയങ്കര വിശ്വാസത്തിൽ എടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരും അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ലായിരുന്നു. അമ്മച്ചിക്കൊന്നും അറിയത്തില്ല, അങ്ങനെയൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിക്ക് കുറെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മളെ വളർത്തിയ രീതി വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കെല്ലാം അത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. അവര് പർപ്പസ്ഫുള്ളി പാരന്റിങ് എന്നുള്ള രീതിയിലൊന്നും അല്ല അവർ ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ചില കാര്യങ്ങളൊന്നും നമുക്ക് നടന്ന് കിട്ടിയിട്ടില്ല, അത് അവർക്ക് പറ്റാഞ്ഞിട്ടാണ്. അപ്പൊ അതും കൂടെ ഒക്കെ നമ്മൾ നമ്മുടെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു പെർഫെക്റ്റ് പാരന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോഴും ഇപ്പൊ എന്റെ മക്കളോട് ചോദിക്കുവാണ് അമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഞാനില്ലാത്തപ്പോ പറയും എന്നെ പറ്റിയുള്ള വിശേഷങ്ങള്. അപ്പൊ അതങ്ങനെ തന്നെയാണല്ലോ പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് കുറെയൊക്കെ ഞാന് എനിക്ക് ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ അനിയനെയും അനിയത്തിനെയും ഇവര് പാരന്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ മാറി നിന്ന് കാണുവാണല്ലോ. അപ്പൊ അത് നമുക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെയ്യാതിരിക്കാനും. അവര് മോശമെന്നല്ല പറയുന്നത്, എനിക്കത് കമ്പാരിറ്റീവ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ കുറെയൊക്കെ അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, അവരടിച്ചിട്ടില്ല, ഒന്നിലും ടോക്സിക് അല്ലായിരുന്നു. പക്ഷെ അവരുടേതായ കുറെ അധികം പ്രശ്നങ്ങൾ നമുക്ക് അവരുടെ കുറെ ബിഹേവിയറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു തീരുമാനം ഒക്കെ നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാനൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ അനിയനും അനിയത്തിയും വന്നപ്പോഴാണെങ്കിലും ഇവരിലുണ്ടാവുന്ന കുറേയധികം മാറ്റങ്ങളാണെങ്കിലും കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ഇവർ കുഞ്ഞായിരുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. എനിക്ക് മക്കളായി തുടങ്ങിയ സമയത്താണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇവരെ എങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നത്, അപ്പം ഇതിലെന്താണ് നമുക്ക് അതിനകത്ത് മാറ്റം വരുത്തേണ്ടത്, അത് ഞാൻ എൻ്റെ മക്കളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഒരു ഏജ് ഡിഫറൻസ് ശരിക്കും നമ്മളെ ഒരേ പ്രായമായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഒബ്സർവേഷൻ നമ്മൾ കൊണ്ടുവരത്തില്ല. നമ്മളെ 3 പേരെ ഒരുപോലെ നോക്കുന്നു, അതിൽ നമ്മളോട് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് വേറെ ഒരു സംഭവം വരുന്നതെന്ന് നമ്മൾ നോക്കത്തില്ല. എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ഞാൻ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതും കുറച്ചധികം നീണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്നും പറയാനില്ല ഇതിനകത്ത്, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും കമന്റ് ഇടുക കേട്ടോ. ഒരു ഹൈ എങ്കിലും ഇടുക, നമുക്കൊരു സന്തോഷമാണ്, കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിൽ നമുക്കിനി എന്ത് ചെയ്യണം, അടുത്ത ടോപ്പിക്ക് ഞാൻ ആലോചിച്ചില്ല, ഞാൻ എഴുതി വെച്ചിട്ടില്ല. സോ എനിക്ക് അറിയത്തുമില്ല അടുത്ത ടോപ്പിക്ക് എന്താന്നുള്ളത്. നമുക്ക് നോക്കാം.